കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ 3 മുതൽ 7 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കായിക ദിനം ആഘോഷിച്ചു. സ്കൂൾ വൈസ് ചെയർമാൻ റവറന്റ് ഫാദർ റോയ് ജോർജ് പതാക ഉയർത്തി കായിക ദിനം ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ 3 മുതൽ 7 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കായിക ദിനം ആഘോഷിച്ചു. രാവിലെ 9 മുതൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ സ്വാഗത പ്രസംഗം നടത്തി. സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയ് ജോർജ് പതാക ഉയർത്തി കായിക ദിനം ഉദ്ഘാടനം ചെയ്തു. പച്ചപ്പ് നിറഞ്ഞ ഗായത്രിയുടെ കായിക മുറ്റത്ത് ഈ അധ്യയന വർഷത്തിന്റെ പരിസമാപ്തിയിലേക്ക് വരുമ്പോൾ ഇന്ന് കായിക ദിനമായി ആചരിക്കുകയും അതിമനോഹരമായ നിങ്ങളുടെ മാർച്ച് ഫാസ്റ്റ് ഡൽഹിയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്കിവിടെ അനുഭവപ്പെട്ടത്. അതിമനോഹരമായി നിങ്ങളെ പരേഡിൽ പങ്കെടുത്ത് ഇന്നത്തെ കായിക മഹോത്സവം ഗായത്രിയുടെ നിരവധി ചരിത്ര മുഹൂർത്തങ്ങളിൽ മറ്റൊരു ധന്യമായ മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. പഠനവും പാഠ്യേതര വിഷയങ്ങളും ഒരുമിച്ച് ചേർന്ന് മൂല്യബോധമുള്ള വിദ്യാഭ്യാസം ഗായത്രി നിങ്ങൾക്ക് നൽകുമ്പോൾ കായിക വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം നൽകി നിരവധി ഇനങ്ങൾ നിങ്ങളെ പങ്കെടുപ്പിച്ച് പരിശീലിപ്പിച്ച് ഗുണനിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കാണ് നമ്മുടെ സ്കൂൾ നിങ്ങളെ വഴി നടത്തുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കലയ്ക്കും കായികത്തിനും കാരുണ്യത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്കൂൾ മുന്നേറുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ നാം ഓർക്കണം. ധീരമായ മനസ്സും ഉരുക്കുപോലെയുള്ള കായിക ശേഷിയുള്ള യുവാക്കന്മാരെയാണ് ഭാവി നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യം. ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ഫുട്ബോൾ കോർട്ടും സ്ഥാപിക്കണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം കായിക വിദ്യാഭ്യാസത്തിന് കായിക മേഖലയ്ക്ക് നൽകിയ വലിയ പ്രാധാന്യത്തെയാണ് എടുത്തു കാട്ടുന്നത്. നൈപുണ്യവും വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുവാൻ, നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, ആരോഗ്യമുള്ള ഒരു മനസ്സും കാര്യപ്രാപ്തിയുള്ള ഒരു ശരീരവും ബുദ്ധിവൈഭവത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഈ കായിക ദിനാഘോഷം ഇടയാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. പതാക ഉയർത്തിനു ശേഷം വിവിധ ഹൌസുകളിലായി തരംതിരിച്ച കുട്ടികളുടെ മാർച്ച് പാസ്റ്റും എയറോബിക് ഡാൻസും വളരെ ശ്രദ്ധേയമായി. $50 മീറ്റർ റേസ്, ഷോട്ട് പുട്ട്, ലോങ് ജമ്പ്, മെരസ റൈസ്, അജിലിറ്റി റൈസ്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ, ഹഡിൽസ് റേസ്, റിലേ എന്നീ ഇനങ്ങളിലായി നിരവധി കുട്ടികൾ പങ്കെടുത്തു. മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ കായിക വിദ്യാഭ്യാസ സംഘടനയായ സ്പോർട്സ് വില്ലേജ് ഫൗണ്ടേഷനാണ് ഗായത്രിയിലെ കുട്ടികൾക്ക് സ്പോർട്സ് ആൻഡ് ഗെയിംസിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നത്. ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ സി ഷാജി, സ്കൂൾ വൈസ് ചെയർമാൻ റോയ് ജോർജ്, സ്കൂൾ ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ലീന ശങ്കർ, ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ, വൈസ് പ്രിൻസിപ്പൽമാരായ ഷീജ പി നായർ, കൃഷ്ണകുമാർ, അരവിന്ദ്, ഒബ്സർവർ സുധി വിജയൻ എന്നിവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കറ്റാനം.